ഹായ്. അതായത് നമ്മളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അനാവശ്യമായ ചിന്തകൾ. നമ്മളെ ഒരുപാട് ചിന്തകൾ നമ്മളുടെ ഓരോ മൊമെൻറ്റിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥത കിട്ടില്ല. നമ്മൾ അതിൽ പെട്ടുപോകും. അതെങ്ങനെ ഡീൽ ചെയ്യും, അതിനെങ്ങനെ കളയും. നമുക്ക് നമ്മുടെ ഉറക്കത്തിനെ തന്നെ നശിപ്പിക്കുന്നതാണ് ഈ ചിന്തകൾ. അതിനെ പറ്റിയിട്ട് എന്താണ്? അതായത് ചിന്തകൾ ഉണ്ടായാൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ലല്ലോ. ചിന്തകൾ നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടെന്നുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മളുണ്ട്. ചിന്ത എങ്ങനെ ഉണ്ടാകുന്നു? ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതി ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ഉറക്കം വരുന്നെങ്കിൽ എന്ത് വേണം? വിശപ്പ് വരുന്നു, ക്ഷീണം വരുന്നു. അപ്പോൾ ഓരോന്നും സംഭവിക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണമില്ലാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണമുണ്ട്, ഒരു ആവശ്യമുണ്ട്. അല്ല, ആവശ്യത്തെക്കാൾ ഒരു കാരണമുണ്ട്. നമുക്ക് ദേഷ്യം വരുന്നു, ആ ദേഷ്യപ്പെടണമെന്നൊരു കാരണമില്ലേ? അപ്പോൾ ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്. ഈ കാരണത്തെ അറിയാൻ പാടില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്. ആദ്യത്തെ പ്രശ്നം അതാണ്. എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവരും പറയണം. പക്ഷെ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടാകുന്നു. ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഉറക്കം വരുന്നതിൻ്റെ കാരണം എന്താണ്? വിശപ്പ് വരുന്നതിൻ്റെ കാരണം എന്താണ്? ദാഹം വരുന്നതിൻ്റെ കാരണം എന്താണ്? ഇതെല്ലാം പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചാണ്. ആ പ്രവർത്തനത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളിൽ ഇപ്പം ഞാൻ കൈ പൊക്കുന്നു. ഈ കൈ പൊക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? കൈ പൊക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഊർജം ചെല്ലണം. പക്ഷെ നമ്മളിത് അറിയാറില്ല. എപ്പോഴാണ് അറിയുന്നത്? കൈക്ക് ക്ഷീണം വരുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മളെ വിചാരിക്കുന്ന പോലെ ഇത് പൊങ്ങാത്തപ്പോഴും കൈ തളരുമ്പോഴേക്കേ അറിയത്തുള്ളൂ. കൈ തളർന്ന കൈ പിന്നെ പൊങ്ങല്ല, ക്ഷീണം വരുമ്പോഴേ അറിയുന്നുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ ഒന്നും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തത്തിൻ്റെയും കാരണം ഇതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതുകൊണ്ട് തോന്നിയാസം എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതുകൊണ്ട് എല്ലാ തോന്നിയാസം. അതുകൊണ്ട് നമ്മളുടെ ചിന്തയുണ്ടാകുന്നു, സ്വപ്നമുണ്ടാകുന്നു, പല രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നു. ഇതൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചപ്പോൾ സങ്കടം വന്ന്, ദേഷ്യം വന്ന്, അപ്പം എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. ഇതൊന്നും വരാതിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പരിശോധിക്കാൻ ആരും തയ്യാറല്ല. അതായത് ഇതൊന്നും നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അതിനെ കൃത്യമായിട്ട് നമ്മൾ പരിഗണിക്കാത്തത് കൊണ്ടാണ് നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായും. ഇപ്പം ഈ കൈ ഇങ്ങനെ പൊക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പൊക്കാം, താഴ്ത്താൻ എൻ്റെ ആവശ്യത്തിന് എനിക്കിത് ഉപയോഗിക്കാം. പക്ഷേ എങ്കിൽ ഞാൻ ഈ ഒരു പ്രവർത്തനത്തെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പിന്നെ ഇതിലേക്ക് വേദനയും ഇത് എവിടെയെങ്കിലും തട്ടി മുറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പ്രശ്നമാകുകയാണ്. എങ്ങനെയാണ്? കാരണം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മാറ്റങ്ങൾ തീവ്രമായിട്ട് സംഭവിക്കുമ്പോൾ അപ്പം നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇതിൻ്റെ ഒരു വ്യവസ്ഥയും നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. തീവ്രമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഭയം വരുന്നു, എനിക്ക് ആർത്തി വരുന്നു, എനിക്ക് ദാരിദ്ര്യം വരുന്നു, ഞാൻ ഒറ്റപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോഴാണ്. പക്ഷെ നിരന്തരം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്രസക്തം ഇതൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ ദേഷ്യവും സങ്കടവും ഇതൊക്കെ വരുന്നുള്ളൂ. മനസ്സിലായി? ഇതൊക്കെ കുറച്ച് സമയമുള്ളൂ. ഭൂരിപക്ഷം സമയം നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഈ സമയം ആരും അറിയാറില്ല. വൃത്തികെട്ട സമയം മാത്രമേ അറിയാറുള്ളൂ. അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, സുഖം തരുന്ന കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ പുറകെ പോകുന്നു. എന്തുകൊണ്ടാണ് സുഖത്തെ അന്വേഷിക്കുന്നത്? നമ്മൾ സുഖത്തെ അന്വേഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതാരും അറിയുന്നില്ല. കാരണം ദുഃഖം ഉള്ളത് കൊണ്ടാണ് സുഖം അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്കൊരു തൃപ്തിയില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വേണം.
അതെ, ആഗ്രഹങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ്. അതെ. ഈ തൃപ്തി ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? തൃപ്തി എന്ന് പറയുന്നത് എന്താണ്? എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഒരു വ്യക്തതയുമില്ല. നമ്മളിൽ എന്ത് തരം മാറ്റമാണ് ഉണ്ടാകുന്നത്? ഒരു പിടുത്തവും ഇല്ല, ഒരു അന്തവും ഇല്ല, കുന്തവും ഇല്ല. അതുകൊണ്ടാണ് തൃപ്തി അന്വേഷിക്കുന്നത്. തൃപ്തികരമാകണം എന്ന് പറയുന്ന കാരണം എന്താ? കാരണം നമ്മൾ വിചാരിച്ചതുപോലെ ഇന്ന രീതിയിലുള്ള മാറ്റം വേണം. നമ്മുടെ തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറഞ്ഞ സമയത്ത് മാത്രമേ നമുക്ക് തൃപ്തികരമാകാൻ പറ്റത്തുള്ളൂ. അത് നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി നടന്നാൽ അതിനകത്ത് നമ്മൾ പെടുകയും ചെയ്യും. നമ്മുടെ തൃപ്തിയിലല്ല കാര്യം ഇരിക്കുന്നത്, നമ്മുടെ സംതൃപ്തിയിലും തൃപ്തിയിലും അല്ല കാര്യം ഇരിക്കുന്നത്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നിടത്താണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ്? ഇപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് പകരം നേരത്തെ കണ്ട മാറ്റത്തിൻ്റെ നിഴലുകൾ ദഹിക്കാതെ കിടക്കുന്ന എല്ലാ ചിന്തകളും. നേരത്തെ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അവരോട് ഞാൻ ഇങ്ങനെ പെരുമാറി, അത് ശരിയായില്ല. കാരണം അപ്പം നമ്മളിൽ സജീവമല്ലായിരുന്നു. അതെ അതെ, ആ ഒരു ഇപ്പം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാസ്റ്റ് എപ്പോഴും ഒരു പാസ്റ്റ് ആണല്ലോ. അപ്പൊ ആ പാസ്റ്റ്, ആ മൊമെന്റിൽ നമ്മൾ ഒട്ടും അവെയർ അല്ലായിരുന്നു. അതെ, അതുകൊണ്ടാണ് അത് പിന്നെ ചിന്തകളായിട്ട് വരുന്നത്. അതെ, കാരണം ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഷോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ല. അവിടെ പറയാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പെട്ടുപോയതുപോലെ നമുക്ക് തോന്നുകയാണ്. കാരണം ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗത്ത് നിലനിർത്താൻ പറ്റിയില്ല, യാന്ത്രികമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കവിടെ പിടികിട്ടാതെ പോകുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ശരിയാണ്. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അയാൾ പറയുന്ന അവസ്ഥ എന്നെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നുള്ള ഭാഗം ഞാൻ അറിയുന്നില്ല. അവിടെ യാന്ത്രികമായിപ്പോയി. അയാൾ സംസാരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റത്തെ എനിക്കൊട്ടും വിലയിരുത്താൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതായത് അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിന്റെ നിയന്ത്രണത്തിലായിപ്പോയി. അതെ 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 അതെ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം വ്യക്തമായിട്ട് ശ്രദ്ധയോടുകൂടി അറിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് നമ്മൾക്ക് ഫുഡ് പോയിസണിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കഴിക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണം ശരിയല്ലല്ല എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അത് കഴിക്കത്തില്ല. നമ്മൾ ആ ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മൾ പിന്നെയും കഴിച്ചു. അതെ, നമ്മളുടെ ബോഡി നമ്മളുടെ നിയന്ത്രണത്തിലാണ്. അതെ, നമ്മുടെ ശ്രദ്ധയിലാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിൽ കോംപ്ലിക്കേഷൻ അപ്പം തന്നെ നിർത്തും. അത് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇത് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്, യാതൊരു കഥയില്ലാത്ത കാര്യമാണ്. ഒരു കഥയില്ലാത്ത കാര്യം ഒരാൾ വന്നിച്ചും പറയും. അപ്പം നമ്മളിങ്ങനെ ചിന്തയിൽ പെട്ടുപോയതിരിക്കും. നമ്മൾ തന്നെ ചോദിക്കും, ഇതെന്താണ് ഞാനീ പറയുന്നത്? ഞാൻ സംസാരിക്കുകയാണ്. സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എൻ്റെ ശരീരം പ്രവർത്തിക്കണം. എൻ്റെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ചിന്ത ഉള്ളത് കൊണ്ടല്ല. പക്ഷേ ഈ പ്രവർത്തനത്തെ നമ്മൾ അറിയാതെ പോകുന്നു. ശരീരത്തിൽ അപ്പോഴും മാറ്റങ്ങളുണ്ട്, പക്ഷേ ഈ മാറ്റത്തെ അറിയുന്നില്ല. എന്നിട്ട് ചിന്തിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ. ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള ഭാഗം. പക്ഷെ അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ അറിയുന്നതിന് പകരം സങ്കല്പത്തിൽ, സ്വപ്നത്തിലോട്ട് പോകുന്നു, ചിന്തയിലോട്ട് പോകുന്നു. എന്നിട്ട് പറയും, നീ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയണത്. അതൊന്നും അല്ല കാര്യം. പക്ഷെ എന്നിലുണ്ടാകുന്ന മാറ്റത്തെ എനിക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്നിലുള്ള ചിന്ത എന്നെ നിയന്ത്രിക്കുന്നു. എന്നുവെച്ചാൽ അന്ന് എനിക്ക് പ്രാപ്തിയില്ലായിരുന്നു, ഇന്നും പ്രാപ്തിയില്ല. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് മറ്റാളെന്താണ് പറയണത്, ഇയാളെന്താ പറയണത്, ഇയാൾ എന്തിനാ ഇവിടെ വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇയാൾ പറയണത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇയാൾ പറയണത് എനിക്ക് ശല്യമാണ്. കാരണം അയാൾ വന്നു പോകുന്നെങ്കിൽ നമുക്കെന്താ ശല്യം? മനസ്സില, മറ്റാൾ അങ്ങനെ പറഞ്ഞു, അത് പ്രശ്നമാണ്. അയാൾ അങ്ങനെ പറഞ്ഞത് എനിക്കെങ്ങനെയാണ് പ്രശ്നമാകുന്നത്? കാരണം എന്നെ നിയന്ത്രിക്കുന്ന ചിന്തയായതുകൊണ്ടാണ്. അയാൾ അങ്ങനെ പറഞ്ഞത് പ്രശ്നമാകുന്നത്. അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമുക്കെന്താ? കാരണം അവർ പറഞ്ഞത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണോ അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതെന്നും സിമ്പിളാണ്.
അതെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ പോകുന്നത്, എന്നിട്ടും പിന്നെയും നമ്മൾ ചിന്തിച്ചോണ്ട്. അതെ അതെ, നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചിന്തയുള്ളത്. ഇനി ചിന്തിക്കണേ ചിന്തിക്കാം. ഞാൻ തിരുവനന്തപുരത്ത് പോയി, ഞാൻ ജർമ്മനിയിൽ പോയി, അമേരിക്കയിൽ പോയി, എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഞാൻ ആ സാധനം അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, ഇന്നത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിന്, ആ ചിന്തകളെ, നമ്മുടെ ഓർമ്മകളെ നമ്മൾ എടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് നമ്മളെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും അവരങ്ങനെ പറയുമല്ലോ, അങ്ങനെ സംഭവിക്കുമല്ലോ, ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് പാടുപെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സാവകാശം നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗം ശരീരത്തെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയ സാവകാശം നമുക്ക് തെളിച്ചുകൊണ്ടാവും. വളരെ സാവകാശം നമുക്ക് തെളിച്ചുകൊണ്ടാവും. ആ സാവകാശം ഉണ്ടാകുന്ന തെളിച്ചമാണ് നമ്മുടെ ശരിയായിട്ടുള്ള തെളിച്ചം. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ശരിയല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണേ.